ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്നതിനെ മെഡിക്കൽ രംഗത്ത് ചോക്കിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചോക്കിംഗ് സംഭവിച്ച ആളിന് ഒന്ന് സംസാരിക്കുവാനോ ചുമയ്ക്കുവാനോ കഴിയാതെ വരികയും ശ്വാസ തടസ്സം ഉണ്ടാവുകയും ചെയ്യും. ശരീരത്തിലെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ ശരീരം മുഴുവൻ നീല നിറമാവുകയും നിമിഷങ്ങൾക്കുള്ളിൽ ആ വ്യക്തി ബോധരഹിതനാവുകയും മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണശകലമോ വസ്തുവോ നിങ്ങൾക്ക് കാണാമെങ്കിൽ മാത്രമേ കൈ ഇട്ടെടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും വിരലിട്ടോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചോ ഭക്ഷണശകലം പുറത്ത് എടുക്കുവാനായി ശ്രമിക്കരുത്. ഇത് ഭക്ഷണം കൂടുതൽ അകത്തേക്ക് പോയി ശ്വാസനാളം മുഴുവനായി അടയുവാൻ കാരണമാകും. ചോക്കിംഗ് ഉണ്ടായ ആളിന് ബോധമുണ്ടെങ്കിൽ ഉടൻ തന്നെ ആളിന്റെ പുറത്ത് ശക്തിയായി ഏറ്റവും കുറഞ്ഞത് 5 തവണ തട്ടണം. സാധാരണഗതിയിൽ ഈ തട്ടലിൽ ഭക്ഷണം പുറത്തു വരും. എന്നിട്ടും ഭക്ഷണം പുറത്തു വന്നില്ലെങ്കിൽ ആളിനെ തല കുനിച്ചു നിർത്തി പുറകിൽ നിന്നും വയറ്റിലൊരു കൈ ചുരുട്ടി വെച്ച് മറ്റേ കൈ അതിന്റെ മീതെ പൊതിഞ്ഞു പിടിച്ച് ശക്തിയായി 5 പ്രാവശ്യം അമർത്തണം. അബ്ഡോമിനൽ ത്രസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ശ്വാസകോശം ചുരുങ്ങി തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണം ശക്തിയായി പുറത്തേക്ക് വരും. എന്നിട്ടും ഭക്ഷണശകലം പുറത്തു വന്നില്ല എങ്കിൽ ഈ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുക. ആള് ചുമയ്ക്കുകയോ ശ്വസിക്കുകയോ ചെയ്യുന്നതുവരെ ഇത് ചെയ്യണം. ഗർഭിണികളിലും അമിത വണ്ണമുള്ളവരിലും വയറിൽ അമർത്തുന്നതിന് പകരം നെഞ്ചിലാണ് അമർത്തേണ്ടത്. ആളിന് ബോധം നഷ്ടപ്പെട്ടെങ്കിൽ മുകളിൽ പറഞ്ഞ മാർഗങ്ങൾ ഒന്നും ഫലപ്രദമാകില്ല. CPR കൊടുക്കുകയും എത്രയും വേഗം ആളിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. കൊച്ചുകുട്ടികളിൽ, പ്രത്യേകിച്ച് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ചോക്കിംഗ് ഉണ്ടാകുന്നതെങ്കിൽ കുട്ടിക്ക് ബോധമുണ്ടെങ്കിൽ പരിഭ്രാന്തരാകാതെ ഒട്ടും സമയം പാഴാക്കാതെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ മുഖം കീഴായി കൈത്തണ്ടയിൽ കമഴ്ത്തി കിടത്തി കാലിന്റെ തുട കൈത്തണ്ട കൊണ്ട് താങ്ങി മറ്റേ കൈകൊണ്ട് കുഞ്ഞിന്റെ പുറത്ത് ആഞ്ഞു തട്ടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭക്ഷണശകലം പുറത്തു വരും. ഭക്ഷണശകലം കാണാതെ വിരലിട്ടെടുക്കുവാൻ ശ്രമിച്ചാൽ ആ വസ്തു കൂടുതൽ അകത്തേക്ക് പോയി ജീവന് തന്നെ അപകടം സംഭവിക്കാം. 1 വയസ്സിന് മുകളിലുള്ള കുട്ടിക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ കുട്ടിക്ക് ബോധമുണ്ടെങ്കിൽ കുട്ടിയുടെ പുറകിൽ നിന്ന് വയറ്റിൽ 2 കൈയും അമർത്തി ഭക്ഷണശകലം പുറന്തള്ളാവുന്നതാണ്. കുട്ടിക്ക് ബോധം നഷ്ടപ്പെട്ടുവെങ്കിൽ CPR കൊടുക്കുകയും അതിനോടൊപ്പം എത്രയും വേഗം കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.